ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവേ. ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ സിംഗിൾ സിലിണ്ടർ എഞ്ചിനുള്ള വണ്ടി ഡ്യൂക്ക് 390 ഡ്യൂക്ക് 690 ഒന്നുമല്ല, അത് ഡുക്കാട്ടിയുടെ ഹൈപ്പർ മോട്ടാർഡ് 698 മോണോ ആണ്. ഇത് നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. ഇതിനെ സ്പെഷ്യലാക്കുന്നത് ഇതിൻ്റെ എഞ്ചിൻ തന്നെയാണ്. ഇതിൻ്റെ എഞ്ചിൻ ഒരു 659cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 78 HP ആണ്. ടോർക്ക് നോക്കുകയാണെങ്കിൽ 63 Nm ആണ്. ഈ ഒരു എഞ്ചിൻ 10,250 RPM വരെ റെഡ് ലൈൻ ചെയ്യുന്നതാണ്. ഈ 78 HP എന്ന് പറഞ്ഞ പവർ ഇത് ഉണ്ടാക്കുന്നത് ഏകദേശം 9,750 RPM-ലാണ്. സോ ഇത്രയ്ക്ക് മാരക പെർഫോമൻസ് വരുന്ന ഡുക്കാട്ടിയുടെ സൂപ്പർ ക്വാട്രോ മോണോ എന്ന് പറഞ്ഞ ആ ഒരു എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഈ എഞ്ചിൻ തന്നെയാണ് ഈ വണ്ടിയുടെ സ്പെഷ്യാലിറ്റി. ബാക്കി ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നോർമലി ഉള്ള ആ ഒരു ഹൈപ്പർ മോട്ടാറിൻ്റെ ആ ഒരു ലുക്ക് തന്നെയാണ് ഏകദേശം വന്നേക്കുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ബേസിക്കലി അത് തന്നെയാണ് ഇതിൻ്റെ ആ ഒരു ലുക്കും. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. 6 സ്പീഡ് ഗിയർ ബോക്സാണ് വന്നേക്കുന്നത്. അതിൽ ഓപ്ഷനിലായിട്ട് ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്ററും വരുന്നുണ്ട്. പിന്നെ ഫീച്ചേഴ്സിൻ്റെ ഒരു കൂമ്പാരം തന്നെ ഈ വണ്ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. വണ്ടിയിൽ അവർ കോർണറിങ് ABS കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 4 ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വീലി കൺട്രോൾ വരുന്നുണ്ട്, എൻജിൻ ബ്രേക്ക് കൺട്രോൾ ഉണ്ട്, ലോഞ്ച് കൺട്രോൾ വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് 4 റൈഡ് മോഡുകൾ വരുന്നുണ്ട്: സ്പോർട്ട്, റോഡ്, അർബൻ, വെറ്റ്. അതേപോലെ തന്നെ പവർ മൂഡും കൊടുത്തിട്ടുണ്ട്, ഹൈ, മീഡിയം, ലോ, അങ്ങനെ പവർ മൂഡും വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു 3.8 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. വണ്ടിയുടെ പിന്നെ ഹാർഡ്വെയർസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വണ്ടിയിൽ സ്റ്റീൽ ട്രെല്ലിസ് ഫ്രെയിമാണ് വന്നേക്കുന്നത്. അതിൽ അലൂമിനിയത്തിൻ്റെ സിംഗാമമാണ് കൊടുത്തേക്കുന്നത്. 45 mm USD ഫോക്കാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. അത് ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ്. റിയറിൽ നോക്കുകയാണെങ്കിൽ മോണോഷോക്ക് കൊടുത്തിട്ടുണ്ട്, അതും ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ്. ഷാക്കിൻ്റെ മോണോഷോക്കാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ 330 mm ഡിസ്ക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. റിയറിൽ വരുന്നത് 245 mm ഡിസ്ക്കാണ്. ബ്രംബോയുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. 17 ഇഞ്ചിൻ്റെ വീൽസാണ് വണ്ടിയിൽ വന്നേക്കുന്നത്. വണ്ടിയുടെ ടയർ നോക്കുകയാണെങ്കിൽ പിരലിയുടെ റിയാബ്ലോ റോസി 4 എന്ന് പറഞ്ഞാൽ നല്ലപോലെ തന്നെ ഗ്രിപ്പുള്ള ഒരു ടയറാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം വണ്ടിയുടെ ആ ഒരു വെയിറ്റ് ആണ്. നല്ലപോലെ തന്നെ വണ്ടിക്ക് വെയിറ്റ് കുറവാണ്. വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് വെറും 151 കിലോഗ്രാം മാത്രമേ ഉള്ളൂ. പിന്നെ സീറ്റ് ഹൈറ്റ് നല്ലപോലെ തന്നെ കൂടുതലാണ്, കാരണം ഈ വണ്ടി റൈഡിങ് സ്റ്റൈലൊക്കെ അങ്ങനെ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ 904 mm വണ്ടിക്ക് സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. 12 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ അതൊന്നുമല്ല, ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഇതിൻ്റെ വില തന്നെയാണ്. ഇത് CBU ആയിട്ട് ഇമ്പോർട്ട് ചെയ്തവിടെ വന്നേക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് ഇതൊരു സ്പെഷ്യൽ ബൈക്കാണ്. അത്രയും പവർഫുള്ളായ ഒരു സിംഗിൾ സിലിണ്ടറൊക്കെ എഞ്ചിനൊക്കെ ഉള്ള ഒരു സ്പെഷ്യൽ ബൈക്കാണിത്. അതുകൊണ്ട് തന്നെ നല്ലപോലെ തന്നെ വില കുറവാണ്. അതായത് നമ്മുടെ മൾട്ടി സ്ട്രാഡ V2-ഉം ഹൈപ്പർ മോട്ടാർഡ് 950-യും നമ്മുടെ മോൺസ്റ്റർ SP-യും അതേപോലത്തെ അവരുടെ ആ ഒരു 2 സിലിണ്ടർ എഞ്ചിനുള്ള വണ്ടികൾ, അതായത് ഇതിനേക്കാളും കുറച്ചുകൂടെ മേളിൽ നിൽക്കുന്ന വണ്ടികളുടെ ആ ഒരു ലെവലിലാണ് ഇതിൻ്റെയും വില വരുന്നത്. ഇതിൻ്റെ ഇന്ത്യയിലെ പ്രൈസ് എന്ന് പറയുന്നത് 16.5 ലക്ഷം രൂപയാണ്. അപ്പം അത്രയും പ്രൈസ് ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.